വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം ഡേ ആണ്. ഇതാ വല്യമ്മച്ചി, നമ്മളെ അമ്മമ്മേനെ നമ്മൾ ഇവരെല്ലാം വിളിക്കുന്നത് വല്യമ്മച്ചി എന്നാണ്. അമ്മേനെ വല്യമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇന്നലെ നമുക്ക് പൂവിടണം. ഇതാ പൂവ് നെറ്റിച്ചാട്ടൻ ഇന്നലെ നൈറ്റ് പോയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതാ ഹായ് പറ. ഹായ് ഓണം, ഹാപ്പി ഓണം എന്ന് പറ. ഹാപ്പി ഓണം. നീ പറയുന്ന അതൊക്കെ അതിനകത്തറിയാം അല്ലേ? നീ പറയുന്നതേ ഞാൻ പറയുന്നത് എല്ലാം അതിനകത്ത് അറിയാം അല്ലേ? അപ്പം ഇന്നത്തെ ഓണം ഡേ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. വ്ളോഗായിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷായിട്ട് പൂവിടാൻ തുടങ്ങണം. അപ്പം പൂവിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ നിലുവിൻ്റെ കാര്യം, നിലു പൂവെല്ലാം വാരി എല്ലാം കളയുമോയെന്ന് അറിയില്ല. എന്നാലും പൂവിടണ്ടേ, പൂവെല്ലാം കൊണ്ടുവന്നല്ലേ. അപ്പം പിന്നെ പൂവിടണം. ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണമെല്ലാം ആക്കിയിട്ട് സദ്യ എന്ന് പറയാൻ സാമ്പാർ അമ്മമ്മയൊന്നും കൂട്ടൂല. അതുകൊണ്ട് സാമ്പാർ നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ സദ്യ അല്ലല്ലോ അല്ലേ, സാമ്പാറില്ലാത്ത സദ്യ അല്ലല്ലോ. അപ്പം നമുക്ക് വിശേഷങ്ങൾ കാണാം. ഞാൻ എപ്പോഴും ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ അധികവും ചായ കുടിക്കും. ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് എനിക്ക് ചായ വേണമെന്നുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ അമ്മയെല്ലാം ചായ കുടിക്കും. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. നിധിചേട്ടൻ എണീച്ചതുകൊണ്ട് നമ്മളെ കൂടെ കൂടി. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞാനും നിധിചേട്ടനും പൂവിടാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ ആ പൂവിടുന്നത് നിധിചേട്ടൻ ആ പൂവെല്ലാം പിച്ചിയിട്ട് തരാനും അങ്ങനെയുള്ള സൈഡായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം നിധിചേട്ടൻ ചെയ്തു തന്നു. ഞാനാണ് എൻ്റെ ഐഡിയയിലാണ് പൂവിടുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് പൂവ് ഇടുന്നത്. ഇടാൻ സൈഡായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിധിചേട്ടനായിരിക്കും. കുളിച്ച് നിലു സുന്ദരിയായി. നിലുവിന് ഈ ഡ്രസ്സ് നിലുവിൻ്റെ പാപ്പ വാങ്ങിച്ചു കൊടുത്തു. ഇന്നത്തെ ദിവസം അടുക്കളയിൽ കൂടുതലും അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഫുഡെല്ലാം ഉണ്ടാക്കിയത്. നോൺ വെജും കാര്യങ്ങളൊന്നും നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ വേറെ കൂടാനൊന്നും പോയില്ല. പിന്നെ പൂവിടൽ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ ബിസി ആയതുകൊണ്ടും കിച്ചണിലത്തെ കാര്യങ്ങളെല്ലാം പിന്നെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഒന്ന് സദ്യയൊന്നും അല്ല പ്രിപ്പയർ ചെയ്തത്. ഫുഡ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഞാനല്ല ഫുഡ് പ്രിപ്പറേഷൻ നടത്തിയത്, അമ്മയാണ് ഫുഡിലുണ്ടാക്കുന്നത്. പോകാൻ നോക്കണം. മഴ വരുന്ന പോലെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ മഴയായി പോകും. നിധിചേട്ടൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ വീട്ടിൽ ഭക്ഷണം ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിന്നെ അവർ കഴിച്ചില്ല. പിള്ളേരൊന്നും ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല. അളിയൻ്റെ അനിയത്തിൻ്റെ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട്, അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് കൊണ്ടുവിടുന്നതാണ്. പറയടാ അശ്വിനെ, ഇതാണ് അശ്വിന കേട്ടാ, ഇത് അശ്വിനാണ്. നിലു ഹായ് പറ. നിലു ഹായ് പറ. അങ്ങനെ അവരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ കണ്ണൂരേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ചിക്കനെല്ലാം വറുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് അളിയൻ്റെ അച്ഛനും അമ്മയുമാണ്. അവർ കുക്കിംഗ് പരിപാടിയും എല്ലായിട്ട് കുറച്ച് ബിസി ചെയ്യുന്നു എല്ലാവരും. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് ചാവശ്ശേരി നമ്മളെ മൂത്ത ചേച്ചീൻ്റെ വീട്ടിൽ. ഇതാണ് നിധിചേട്ടൻ്റെ ചേച്ചി. അളിയനുണ്ടായിന്, പിന്നെ പിള്ളേർ 2 ആൾക്കാരുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂരെത്തി. ഇത് നിലുവിന് മാമ വാങ്ങിച്ചു വെച്ച പൂച്ചക്കുട്ടിയാണ്. അതിനെ കുറേ ദിവസമായി വീഡിയോ കോളെല്ലാം വിളിക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. പക്ഷേങ്കിൽ കയ്യിൽ കിട്ടിയത് ഇന്നാണ്. അപ്പോൾ പപ്പീനെയും വാങ്ങിച്ചിന്, ഒരു പൂച്ചക്കുട്ടി കിറ്റീനെയും വാങ്ങിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചു വെച്ചതാണ് ഇവിടെ വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നിലു. ഇവിടെ വീട്ടിൽ അച്ഛനും അമ്മയും ഏട്ടനും പിന്നെ അച്ഛൻ്റെ പെങ്ങള് ഉണ്ടായിന്, ഷീബാൻറ്റി, നമ്മളെ ആൻറ്റി വീട്ടിലുണ്ടായിട്ടുണ്ടായിന്. ഇവിടെ ഇട്ട പൂക്കളം ഇതാണ്. അമ്മയാണ് ഇത് പൂവിട്ടത്. അതിൽ ഈ കളേഴ്സ് വന്നത് തേങ്ങാപ്പീരയിൽ കളറ് മിക്സാക്കിയിട്ട് ഇട്ടതാണത്.
അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ്, പക്ഷേ ഞാൻ ലേശേ കഴിച്ചിട്ടുള്ളൂ, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് ബിരിയാണി കഴിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ കൂടാണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി, എല്ലായിടത്തും കയറി എത്തുമ്പോഴത്തേക്ക് നമ്മൾ ലേറ്റായി, അതുകൊണ്ട് തന്നെ വിശക്കുന്നും ഉണ്ടായിന്. അപ്പം ഞാനും നിധിചേട്ടനും ചെമ്മീൻ ബിരിയാണി കഴിച്ചു. ഷീബാൻഡി തയ്ക്കുന്നുണ്ട് ഇത് നിലൂന് ബ്ലൗസ്. ഷീബാൻഡി അത്യാവശ്യം തയ്ക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ നിലൂനൊരു ബ്ലൗസ് തുന്നിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുടുംബയോഗത്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിനേക്ക് ഞാൻ നിലൂന് ബ്ലൗസ് തുന്നിച്ചു. നിലു എന്താ പരിപാടി? നിലു നിലു ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ടൗണിൽ പോകാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. മന്തി കഴിക്കാന്നല്ല പറഞ്ഞിട്ടുള്ളത്, പുതിയ മന്തി സ്പോട്ട് വന്നിട്ടുണ്ട്, അവിടുന്ന് മന്തി കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടെ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം സമയം എത്രയായി? 8:30 ആവാനായി സമയം. അപ്പം നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഇതാണ് ഷീബാൻഡി. ഷീബാൻഡി ഒരു ഹായ് ആയിട്ടുണ്ട്. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. ആ, ഏട്ടൻ ടൗണിലെത്തും എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളെല്ലാം കാണാം. ചേട്ടാ ഒരു ഹായ് പറ. നിലു ഇതെന്നാ? നിലു നിലുവിന്റെ കയ്യിലെന്നാ? പപ്പി. നമ്മൾ ഫസ്റ്റ് പോയത് പയ്യാമ്പലത്താണ്. പയ്യാമ്പലത്ത് നല്ല തിരക്ക് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോയത് കൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഓണമെല്ലാം ആകുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും, ഭയങ്കര ബ്ലോക്കും ആയിരിക്കും. നമ്മളിത് നന്ന ലേറ്റായിട്ട് പോയത് കൊണ്ട് അത്ര തിരക്ക് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇത് ഏട്ടനെത്തി പയ്യാമ്പലത്ത്. നമ്മളിനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോകലാണ്. അപ്പം പുതിയ നല്ല അടിപൊളി ഒരു സ്പോട്ടുണ്ട് മന്തി കഴിക്കാൻ പറ്റിയത്. അതിൻ്റെ പേരാണ് സൗദി ഷവായ. അവിടെ നല്ല റഷേനും അടിപൊളി സ്പോട്ടായതുകൊണ്ട് തന്നെ നല്ല റഷാണ് അവിടെ. അപ്പം അവിടെ നമുക്ക് മേലേക്ക് കിടത്തി വിടുന്നത്, നമ്മൾ അവിടെ സീറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് അല്ലേ നമ്മളെ മേലേക്ക് കിടത്തി വിടും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ കണ്ണൂർ വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ പോവുകയാണെങ്കിൽ അടിപൊളി ഫുഡ് കിട്ടും. അൺലിമിറ്റഡ് റൈസാണ് നമുക്കുണ്ടായത്, വീണ്ടും അത്രയും വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഷീബാൻഡി നമ്മളെ കൂടെ ഭക്ഷണം കഴിച്ച ഷീബാൻഡിക്ക് ഇങ്ങനത്തെ നോൺ വെജ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഷീബാൻഡി ജ്യൂസ് മാത്രം കഴിച്ച് അവിടെ ഇരുന്നു. ഇതാണ് സ്പോട്ട് സൗദി ഷവായ എന്ന് പറയുന്നത്. നമ്മുടെ ജയസ്പോളിലാണ് വരുന്നത്. നമ്മളെ മുനീശ്വരൻ കോവിലിൻ്റെ അടുത്താണ് വരുന്നത് ഈ ഒരു ലൊക്കേഷൻ. കണ്ണൂർ വരുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു മന്തി കഴിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഷവായ കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ പോയിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇനി ഓണം സെലിബ്രേഷൻ മറ്റന്നാൾ, അപ്പം അത് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഓണം സെലിബ്രേഷൻ നമ്മൾ. അപ്പം നമ്മളിനി കിടന്നുറങ്ങാൻ നോക്കട്ടെ. വേറെ പ്രത്യേകിച്ച് ഇനി ഒരു പരിപാടിയില്ല, ഞാൻ കിടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. അപ്പം ഗുഡ് നൈറ്റ്, ടാറ്റ ബൈ ബൈ, സി യു, അടുത്ത വീഡിയോയിൽ കാണാം.